നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2024 നവംബർ 10 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇരട്ട രാജയോഗമാണ് വരാൻ പോകുന്നത്. വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളുമാണ് ജീവിതത്തിൻ്റെ സമയങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഈ സമയം ഈശ്വരവിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഈശ്വര സഹായത്താൽ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ വളരെ അനുയോജ്യമായിട്ടുള്ള സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ വ്യക്തമായ സാമ്പത്തിക മുന്നേറ്റങ്ങളും തൊഴിൽ ലാഭങ്ങളും ഈ സമയം ഇവിടെ പറയുന്ന ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും യോഗം കാണപ്പെടുന്നുണ്ട്. ഇത് തന്നെ ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഇരട്ട രാജയോഗങ്ങളും വന്നു ചേരുന്ന ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 2024 നവംബർ 10 മുതൽ ഇരട്ട രാജയോഗമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന സമയമാണ്. വിവാഹം നടക്കുവാനുള്ള സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനം നടത്തുവാൻ അനുയോജ്യമായിട്ടൊരു കാലഘട്ടമാണ് ഈ സമയം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് ജീവിക്കുവാനുള്ള സമയം. ഉറപ്പായും ഈശ്വരൻ്റെ പ്രീതി ലഭിക്കുമ്പോൾ അതിസമ്പന്നതയും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ കുടുംബദേവീദേവന്മാരുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ധാരാളം സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളുമാണ് നിങ്ങൾക്കിനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും സമയമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഭരണി നക്ഷത്രക്കാരിൽ വന്നു ചേരുവാനും കാരണമായി തീരുന്നു. ഈ നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗ സമയങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ സൗഭാഗ്യത്തിൻ്റെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ വന്നു ചേരും. സമ്പത്തും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും. വിദേശയാത്രകൾ ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. വിദേശത്ത് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. ഏത് മേഖലയിലും വിജയിക്കുവാനുള്ള കഴിവ് സർവേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി അതിസമ്പന്നനായി തീരുവാനൊരു കഴിയുന്നൊരു കാലഘട്ടമാണ്. ഇരട്ട രാജയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളാണ്. താഴ്ന്ന ജീവിത നിലവാരത്തിൽ നിന്നും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാർത്തിക നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങുന്നതാണ്. നിങ്ങൾ വിദേശത്തായാലും സ്വദേശത്തായാലും ശരി, ഇരട്ട രാജയോഗ സമയങ്ങളിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹത്തിനായി നിങ്ങളുടെ ഭാഗ്യങ്ങൾ പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ലോട്ടറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുവാനും കാരണമായി തീരുന്ന സമയമാണ്. ഒത്തിരി സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയുന്ന വളരെ സന്തോഷത്തിൻ്റെയും സമാധാനം നിറഞ്ഞൊരു ജീവിത അന്തരീക്ഷത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഇരട്ട രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്. ചെറ്റക്കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് താമസം മാറ്റുവാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ നിങ്ങൾക്ക് കാണപ്പെടുന്നുണ്ട്. ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ മഹാസമ്പന്നനായി തീരുവാനുള്ള യോഗങ്ങളും കാണപ്പെടുന്നു. ഉറപ്പായും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മളുടെ പരിശ്രമങ്ങൾ കൂടി നമുക്ക് ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹം ലഭിക്കണമെന്ന് പറയുമ്പോഴും നമ്മൾ ഭാഗ്യ പരീക്ഷണം നടത്താത്തത്തോളം കാലം നമുക്ക് അത് അനുഭവത്തിൽ വരുന്നതല്ല.
അപ്പം നിങ്ങൾക്ക് വലിയ ജീവിത നിലവാരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ പരിശ്രമിക്കുക. നിങ്ങൾക്ക് മുമ്പിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറി വലിയ സമ്പന്നനായി തീരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും മറ്റു രീതിയിലുള്ള നെഗറ്റീവുകളൊന്നും ചിന്തിക്കാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഉറപ്പായും ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളൊക്കെ ഇരട്ട രാജയോഗ സമയങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതായിരിക്കും. അനുകൂലമായ സമയങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളും മകയിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. ഇരട്ട രാജയോഗ സമയങ്ങളിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഉന്നതിയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. തൊഴിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും കഴിയുന്ന സമയമാണ്. എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ദുർഗാക്ഷേത്രങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരവും ദർശനം നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ സ്ഥിരവും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമായിരിക്കും. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുണർതം നക്ഷത്രക്കാരുടെ ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ്. ഇരട്ട രാജയോഗ സമയങ്ങളിൽ പുണർതം നക്ഷത്രക്കാർക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. വിദ്യാസമ്പന്നതയും തൊഴിൽ സമ്പന്നതയും എല്ലാം ഒരുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന സമയമാണ്. വളരെയേറെ സന്തോഷകരമായിട്ടൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒന്നിനെ ഓർത്തുള്ള ദുഃഖങ്ങൾ നിങ്ങളെ അലട്ടുന്നതല്ല. ജീവിതത്തിൽ വളരെയധികം സന്തോഷപൂർവ്വമായിട്ട് നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയങ്ങളിൽ സർവേഷൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ ഉയർച്ചകളും ധനലാഭങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കൃപാകടാക്ഷങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ സഹായകരമാണ്. ഒത്തിരി ഉയർച്ചകളാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി അതിസമ്പന്നനായി തീരുവാൻ ആയില്യം നക്ഷത്രക്കാർക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഒഴിഞ്ഞ് അതിസമ്പന്നനായി തീരുവാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇരട്ട രാജയോഗ സമയങ്ങളിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുവാൻ കഴിയുന്ന വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പരിശ്രമിക്കുക. ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും മുന്നേറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന തൊഴിൽ തടസ്സങ്ങൾ പൂർണ്ണമായും അകലുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും മാനസിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും അകന്ന് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഇരട്ട രാജയോഗ സമയങ്ങളിൽ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഒരുപാട് രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കുടുംബത്തുണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വളരെ വലിയ നേട്ടങ്ങളും വലിയ സാമ്പത്തിക ഉന്നതികളും ഉണ്ടാകുന്നതായിരിക്കും. സമസ്ത മേഖലകളിലും വിജയം നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കടബാധ്യത പൂർണ്ണമായും അകറ്റിക്കൊണ്ട് നല്ല ജീവിത നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. മനസ്സിൽ വിചാരിക്കുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കടങ്ങൾ ഞാൻ എങ്ങനെ വീട്ടാനാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങളുടെ മനസ്സ് ചിന്തിച്ച് പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു തരുന്നതായിരിക്കും. ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും. ഉറപ്പായും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും 2024 നവംബർ 10 മുതൽ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നതായിരിക്കും. ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും. രോഗങ്ങളിൽ നിന്നും മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.